ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നമുക്കിടയിൽ ചെയ്ത ജോലിക്ക് കൂലി കിട്ടാത്തത് കൊണ്ട് കേസിന് പോകുന്ന ആളുകളുണ്ട്. അവകാശം ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് പ്രതിഫലം ലഭിക്കുക, കൂലി ലഭിക്കുക എന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കത് ലഭ്യമാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസും സമരവുമൊക്കെ നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മരണം വരെ പ്രവർത്തിച്ചിട്ട് മരണാനന്തരം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വീകരിക്കാതെ പോയാലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരം നഷ്ടകാരികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ. അധ്വാനിച്ച് ക്ഷീണിച്ച് ചൂടേറിയ അഗ്നിയിൽ കടന്നെരിയുന്ന നിർഭാഗ്യവാന്മാരെ കുറിച്ച് എല്ലാ വെള്ളിയാഴ്ചയും മിക്ക വെള്ളിയാഴ്ചകളിലും ജുമുഅ നമസ്കാരത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. സൂറത്തുൽ വാശിയ, സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. ഈ രണ്ട് സൂറകളിലും ഈ നഷ്ടകാരികളെ കുറിച്ച് നമ്മളെ ഉണർത്തുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അമലുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുനഅ. തങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിമാറിപ്പോയി, പിഴച്ചുപോയി, എല്ലാം സുകൃതമാണെന്ന് കരുതി വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുനഅ. തങ്ങൾ ചെയ്യുന്നത് സുകൃതമാണെന്ന് കരുതി പ്രവർത്തനം വഴിമാറിപ്പോയ ആളുകളെ കുറിച്ച്, അങ്ങനെ നഷ്ടകാരികളായവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ട്. പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകാത്തവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ച മഹാ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ സ്വർഗം. ആ സ്വർഗത്തിൽ ആരാണോ പ്രവേശിച്ചത്, ഫമൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആ സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചവരാരാണോ അവരാണ് വിജയികൾ. ആ സ്വർഗം ഇന്നുണ്ടോ? ആ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഭിപ്രായം സ്വർഗം ഉണ്ട്, അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്, കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. എന്നാൽ ഇല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്,
അവ രണ്ടും ഉണ്മയുടെ ലോകത്താണുള്ളത് എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് ഏകാഭിപ്രായമാണുള്ളത്. എന്നാൽ മുഅ്തസിലിയത്തും ഖദരിയത്തും ഈ വിശ്വാസത്തെ നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് അന്ത്യനാളിലാണ് സ്വർഗം നരകം സൃഷ്ടിക്കപ്പെടുക എന്നതാണ്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ കാണാം. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة മനുഷ്യരും കല്ലുകളും ഇന്ധനമാകുന്ന നരകം, ആ നരകത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഉഇദ്ദത് ലിൽ കാഫിരീൻ, കാഫിറുകൾക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മളെ ഉണർത്തുന്നുണ്ട്. ഖബറിൽ വെച്ച് ആ സ്വർഗവും നരകവും അവർക്ക് ഖബറാളികൾക്ക് പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശി. പ്രഭാത പ്രദോഷങ്ങളിൽ രാവിലെയും വൈകുന്നേരവും നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് രാവിലെയും വൈകുന്നേരവും ഖബറിൽ അവരുടെ മഖഅദ്, അവരുടെ ഇരിപ്പിടം, വഇൻ കാന മിൻ അഹ്ലിന്നാർ ഫമിൻ അഹ്ലിന്നാർ, നരകക്കാരിൽപ്പെട്ടവനാണെങ്കിൽ ആ നരകക്കാരിലെ അവന്റെ ഇരിപ്പിടം അവന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അത് എടുത്തു പറഞ്ഞതാണ്. ഫിർഔനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞപ്പോ അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, രാവിലെയും വൈകുന്നേരവും ഫിർഔനന് നരകം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ട്. ഫയുഖാലു ഹാദാ മഖഅദുക ഹത്താ യബ്അതക അല്ലാഹു യൗമൽ ഖിയാമ, എന്നിട്ട് ഖബറാളിയോട് പറയപ്പെടും, ഖിയാമത്ത് നാളിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ നിന്റെ സ്ഥാനം, ഹാദാ മഖഅദ്, ഇതാണ് നിന്റെ അവസ്ഥ എന്ന്, ഹാദാ മഖഅദുക, നിന്റെ ഇരിപ്പിടം അതാണ് എന്ന് പറഞ്ഞവന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും ഖിയാമത്ത് നാൾ വരെ. ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ അവന്റെ ആ ഇരിപ്പിടം അവന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലളഹിത്തും ഖലീലൻ വലബകൈതും കസീറ, നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾ എന്താണ് കണ്ടത്? ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്ന് താങ്കൾ പറഞ്ഞല്ലോ, എന്താണ് താങ്കൾ കണ്ടത്? അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി, റഅയ്തുൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതാണ് എന്നത് വ്യക്തമാണ്. എങ്കിൽ എന്താണ് സ്വർഗം? എന്താണ് സ്വർഗം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെ കുറിച്ച് നമുക്ക് വർണ്ണിച്ചു തന്നിട്ടുണ്ട്. ആ സ്വർഗം അല്ല പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, എന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചതാണത്. അതിന്റെ പ്രത്യേകത, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച, അതിന്റെ ഒരു ഇമേജ് നമ്മുടെ കൽബിലുണ്ടാകും. എന്നാൽ ആർക്കും കൽബിൽ സങ്കല്പിക്കാൻ കഴിയാത്ത, ഇന്ന് വരെ ഒരാൾക്കും കാണാൻ കഴിയാത്ത, കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പറയും, അതെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ ഒരാളും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും ഇന്ന് വരെ മനുഷ്യ ഹൃദയത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത, സങ്കല്പാതീതമായ, വർണ്ണിക്കാൻ കഴിയാത്ത, അവർണ്ണനീയമായ സ്വർഗീയമായ അനുഗ്രഹമാണത്.
നിങ്ങൾ വേണമെങ്കിൽ ഫഖറഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജ്ദയിലെ ആ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയില്ല, ഇല്ല ഒരാൾക്കും അറിയില്ല ആ സ്വർഗത്തെക്കുറിച്ച്. മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, ആ കൺകുളിർമയേകുന്ന സ്വർഗം അത് അവർക്ക് വേണ്ടി അല്ലാഹ് ഒളിപ്പിച്ചു വെച്ച അല്ലെങ്കിൽ ഗോപ്യമാക്കി വെച്ച ആ സ്വർഗീയ അനുഗ്രഹം ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സ്വർഗത്തിൽ സഹോദരങ്ങളെ, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വടി വെക്കാനുള്ള സ്ഥലം, ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം, ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിനുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഉത്തമമാണ് ഒരു സ്വർഗത്തിൽ ഒരു വടി വെക്കാനുള്ള, ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നു അത് എത്ര തുച്ഛമാണ്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് അത് എന്നത്. ആ സ്വർഗത്തിന്റെ വിശാലത അത് എത്ര മാത്രമാണ്, ഇല്ല നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ല. അത് മൻ ആമന ബില്ലാഹി വറസൂലിഹി, ആരാണോ അല്ലാഹുവിലും റസൂലും വിശ്വസിച്ചത്, വഅഖാമസ്സലാ, നമസ്കാരം നിലനിർത്തിയത്, വസോമ റമളാൻ, റമളാനിൽ നോമ്പനുഷ്ഠിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല വകാന ഹഖ്ഖൻ അലല്ലാഹ് അൻ യുദ്ഖിലഹുൽ ജന്ന, അത്തരം ആളുകൾക്ക് അല്ലാഹ് ഹഖ്ഖായി സ്വീകരിച്ചിരിക്കുന്നു, ബാധ്യതയായി ഏറ്റിരിക്കുന്നു, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അല്ലാഹുവിൽ വിശ്വസിച്ച്, റസൂലിൽ വിശ്വസിച്ച്, നമസ്കാരം നിലനിർത്തി റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹ് ഹഖ്ഖായി ഏറ്റിരിക്കുന്നു, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. ഹാജറ ഫീ സബീലില്ലാഹ് ഔ ജലസ ഫീ അർദിഹി അല്ലതി ഉലിദ ഫീഹാ, അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയാലും ശരി, അതല്ല അവൻ ജനിച്ച നാട്ടിൽ അവൻ ഔ ജലസ ഫീ അർദിഹി അല്ലതി ഉലിദ ഫീഹാ, ജനിച്ച നാട്ടിൽ അവൻ ഇരുന്നാലും ശരി. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ നുനബ്ബിഉ الناس بذلك, റസൂലേ ഈ വിവരം, ഈ സന്തോഷ വാർത്ത ആളുകളെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗ്ഗത്തിന് 100 പദവികളുണ്ട്. സ്വർഗ്ഗത്തിന് 100 പദവികളുണ്ട്. അതുകൊണ്ട് ആ സ്വർഗ്ഗത്തിന്റെ പദവിയുടെ പ്രത്യേകത അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദിൽ ഏർപ്പെട്ട ആളുകൾക്ക് വേണ്ടി അല്ലാഹ് ഒരുക്കി വെച്ചതാണത്. കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർദ്, ആ 2 ദറജ, സ്വർഗ്ഗത്തിലെ 2 ദറജകൾക്കിടയിലുള്ള ദൂരം ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമാണ്. സ്വർഗ്ഗത്തിലെ 100 പദവികളുണ്ട്, 100 ദറജയുണ്ട് സ്വർഗ്ഗത്തിൽ. 2 ദറജകൾക്കിടയിലുള്ള ദൂരം ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ട്. അതുകൊണ്ട് ഫഇദാ സഅൽതുമുല്ലാഹ് ഫസലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹു ഔസതുൽ ജന്നതി വഅഅലൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും അത്യുന്നതമായതും അതിന്റെ മധ്യത്തിലുള്ളതുമാണത്. വഫൗഖഹു അർശുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അർശ് നിലകൊള്ളുന്നത് അതിന്റെ മീതെയാണ്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗ്ഗത്തിലെ സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നതും അതിൽ നിന്നാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സ്വർഗം അത് ലഭിക്കലാകണം നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ താങ്കൾ സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ആ സ്വർഗത്തിന്റെ നിർമ്മാണം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ലബിനത്തുൻ മിൻ ദഹബിൻ വലബിനത്തുൻ മിൻ ഫിദ്ദ, സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടും വെള്ളിയുടെ ഇഷ്ടിക കൊണ്ടുമാണ് സ്വർഗം പണിതിട്ടുള്ളത്. മിലാതുഹാ അൽ മിസ്കുൽ അദ്ഫർ, എന്നിട്ട് അവക്കിടയിൽ വെക്കാനുള്ള പദാർത്ഥം അത് സുഗന്ധമേറെ വമിച്ചുകൊണ്ടിരിക്കുന്ന കസ്തൂരിയാണ്. ഹസ്ബാഉഹാ അൽ യാഖൂത്ത് വൽ ലുഅ്ലു,
ആ സ്വർഗത്തിന്റെ ചരൽക്കല്ലുകൾ മുത്തും പവിഴവുമാണ്. വതുർബതുഹാ അൽവർസു വസ്സഅഫറാൻ, ആ സ്വർഗത്തിലെ മണ്ണ് എന്നത് കുങ്കുമവും അതുപോലെ തന്നെ വർസുമാണ്. വർസ് എന്നാൽ മഞ്ഞവർണ്ണത്തിലുള്ള ഒരു തരം സ്വർഗീയ സുഗന്ധമാണ്. എന്നിട്ട് പറയുന്നു മൻ യദ്ഖുലുഹാ യഖ്ലുദ് ലാ യമൂത്, ആ സ്വർഗത്തിൽ ആര് പ്രവേശിച്ചുവോ അവൻ ശാശ്വതനാണ്. ലാ യമൂത്, അവൻ പിന്നെ ഒരിക്കലും മരിക്കുകയില്ല. വയൻഅമു ലാ യബ്അസ്, അവൻ സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ അവൻ അവിടെ കഴിഞ്ഞുകൂടും. ലാ യബ്ലാ ശബാബുഹും, അവന്റെ യുവത്വം ഒരിക്കലും തന്നെ നശിക്കുകയില്ല. വലാ തുഖറഖു സിയാബുഹും, അവന്റെ വസ്ത്രം ഒരിക്കലും തന്നെ നുരുമ്പുകയില്ല. ദുനിയാവിലുള്ള പ്രശ്നങ്ങൾ എന്താ? മരിക്കും, വാർദ്ധക്യം പിടിപെടും, രോഗം പിടിപെടും, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. എങ്കിൽ സ്വർഗക്കാരെ മുഴുവൻ സ്വർഗത്തിലാക്കിയിട്ട് സ്വർഗക്കാരെ വിളിച്ചു പറയുന്നുണ്ട്, ഇന്നലക്കും അന്തഹ്യൗ ഫലാ തമൂതു അബദാ, സ്വർഗവാസികളെ നിങ്ങൾ അവിടെ കഴിയുക, മരണം നിങ്ങൾക്കില്ല, മരണം എന്നൊന്നും നിങ്ങൾക്കില്ല. വ ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദാ, നിങ്ങൾ അവിടെ ആരോഗ്യവാന്മാരായി കഴിയുക, രോഗം നിങ്ങളെ പിടിപെടുകയില്ല. വ ഇന്നലക്കും അൻ തശിഫു ഫലാ തഹ്റമു അബദാ, നിങ്ങൾ യുവാക്കളായി അവിടെ കഴിയുക, വാർദ്ധക്യം എന്നൊന്ന് നിങ്ങൾക്കവിടെ ഇല്ല. വ ഇന്നലക്കും അൻ തൻഇമു ഫലാ തബ്അസു അബദാ, സ്വർഗത്തിൽ സുഖാനുഗ്രഹങ്ങൾ അനുഭവിച്ചവിടെ കഴിയുക, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾക്കവിടെയില്ല. ആ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിന് കവാടങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്തിയ വിഷയമാണ്. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ, സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറക്കപ്പെടുമ്പോ, സ്വർഗത്തിന്റെ കാവലുകാർ, പാറാവുകാർ, അവർ പറയും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാം പറഞ്ഞ സ്വർഗീയ ആരാമത്തിലേക്ക് ആശീർവദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ കവാടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് 8 കവാടങ്ങളാണ് സ്വർഗത്തിനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നമാ ബൈനൽ മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്ന കമാ ബൈന മക്ക വഹിയ്യർ ഔ കമാ ബൈന മക്ക വബുസ്റ. സ്വർഗത്തിന്റെ വാതിൽ കട്ടിലുകൾക്കിടയിലുള്ള ദൂരം മക്കയുടെയും ഹിമ്യറിന്റെയും അല്ലെങ്കിൽ മക്കയുടെയും ബുസ്റയുടെയും ഇടയിലുള്ളത് പോലെയുള്ള ദൂരമാണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ആ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന ചില ആളുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മൻ ഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹി വ ഇബ്നു അമതിഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മർയം വ റൂഹും മിൻ വ അന്നൽ ജന്നത ഹഖ്ഖുൻ വൻ നാറു ഹഖ് അദ്ഖലഹു അല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നതി 8 ശാ. സ്വർഗത്തിലെ 8 കവാടങ്ങളിൽ ഉദ്ദേശിച്ച കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ആളുകൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവൻ ഏകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനും അടിമയുമാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ ദാസിയുടെ പുത്രനാണ്. വകലിമതുഹു അൽഖാഹാ ഇലാ മർയം, മർയമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത വചനമാണ്. വഅൽഖാഹാ ഇലാ മർയം വറൂഹും മിൻ, അവങ്കലിൽ നിന്നുള്ള റൂഹാണ്. വഅന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ് എന്ന് പ്രഖ്യാപിച്ചവന് അദ്ഖലഹുല്ലാഹ്, അല്ലാഹുവിനെ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും വിളിക്കുമെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ സ്വർഗത്തിലേക്കുള്ള വിളി, വിശ്വാസം, ഒന്നാമത്തെ ഈമാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ക്വാളിറ്റി, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മിനിമം ക്വാളിറ്റി
ഈമാൻ ഉണ്ടാവുക, മുഅ്മിനായി മരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറയാൻ, യബ്നൽ ഖത്താബ് ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, ഇബ്നുൽ ഖത്താബ് ആളുകൾക്കിടയിൽ പോയിട്ട് വിളിച്ചു പറയണം എന്ത്, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ, സ്വർഗത്തിലേക്ക് മുഅ്മിനുകളല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് ഇബ്നുൽ ഖത്താബ് ആളുകൾക്കിടയിൽ വിളിച്ചു പറയണം. അദ്ദേഹം പറയണം, ഫഖറജ്തു, അപ്പൊ ഞാൻ പോയി, ഫനാദൈതു, ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു, അലാ അറിയണേ, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ, ഇല്ല സ്വർഗത്തിലേക്ക് മുഅ്മിനുകളല്ലാതെ പ്രവേശിക്കുകയില്ല. ഈമാൻ, ഖൽബിൽ ഈമാൻ ഉള്ളവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ചിലരൊക്കെ പറയാൻ തുടങ്ങി, സർവമത സത്യവാദം സ്വീകരിച്ച് ഏത് മതമായാലും കുഴപ്പമില്ല, കുറെ നന്മകൾ ചെയ്താൽ മതി, സ്വർഗം കിട്ടുമെന്ന് ആയത്ത് വരെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന സർവമത സത്യവാദക്കാരെ നമുക്കിന്ന് കാണാം. അവരോടാണ് റസൂലുള്ള പറയുന്നത്, ഇല്ല, ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങൾക്കൊരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഹത്താ തുഅ്മിനൂ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുന്നത് വരെ, നിങ്ങൾ മുഅ്മിനുകളാകുന്നത് വരെ എന്ന് വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് മരണപ്പെട്ടവൻ അവൻ സ്വർഗത്തിൽ കടന്നു. മൻ മാത വഹുവ യഅലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ മാത്രമല്ല, അത് അറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ കഴിയണം. വഹുവ യഅലം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം, തൗഹീദ് പഠിക്കണം, തൗഹീദ് അറിയണം, തൗഹീദ് അനുസരിച്ച് ജീവിച്ച് മരണപ്പെട്ടവർക്ക്, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ടാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പ്രവാചകനെ അനുസരിക്കുന്നവർക്ക് ആ സ്വർഗമുണ്ട്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവരൊഴികെ. മനസ്സിലായില്ല? സ്വഹാബത്ത് ചോദിച്ചു, വമൻ യഅബ, ആരാണ് റസൂലേ വിസമ്മതിച്ചവർ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ, എന്നെ അനുസരിച്ചവനാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്, എന്നോട് ആര് അനുസരണക്കേട് കാണിച്ചോ അവനാണ് വിസമ്മതിച്ചവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ സ്വർഗം നമുക്ക് നാളെ തുറന്നു കിട്ടാൻ ഒരു ചാവിയുമായിട്ട് നമ്മൾ പോകണം. മിഫ്താഹുൽ ജന്നതി അസ്സലാ, സ്വർഗം തുറക്കാനുള്ള താക്കോൽ നമസ്കാരമാണ്. വമിഫ്താഹുസ് സ്വലാത്തി അൽ വുളൂ, നമസ്കാരത്തിന്റെ ചാവി അത് വുളൂ ആണ് എന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മൻ സല്ലൽ ഫർദൈ ദഖലൽ ജന്ന, തണുപ്പുള്ള സമയത്തുള്ള 2 നമസ്കാരം അഥവാ സുബ്ഹിയും അസ്റും കൃത്യമായി നമസ്കരിച്ചാൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അത് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറെ, മൻ ഗദാ ഇലൽ മസ്ജിദ് വറാഹ, രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പോയാൽ അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നതി കുല്ലമാ ഗദാ ഔ റാഹ, പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവന് സ്വർഗത്തിൽ അല്ലാഹ് വിരുന്നൊരുക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. പിന്നെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പിടിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗത്തെ പഠിപ്പിച്ചു. വുളു ചെയ്തതിനു ശേഷം, നന്നായി വുളു ചെയ്തതിനു ശേഷം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തു സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഉദ്ദേശിക്കുന്ന കവാടത്തിൽ, 8 എണ്ണത്തിൽ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. ആ ദുആ നമ്മൾ ഒഴിവാക്കരുത്. വുളു ചെയ്തു കഴിഞ്ഞാൽ ചില റിപ്പോർട്ടുകളിൽ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നും കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, തന്റെ സഹോദരനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ, ഇദാ ആദ റജുലു അഖാഹു ഔ സാറ, തന്റെ സഹോദരനെ സന്ദർശിച്ചാൽ, സഹോദരൻ എന്ന് പറയുമ്പോൾ അഹുക്കില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സഹോദരൻ, ആദർശബന്ധം, പരസ്പരം സന്ദർശിച്ചാൽ പോലും അള്ളാഹ് പറയും അവർക്ക് ആ നിലക്ക് അള്ളാന്റെ മാർഗത്തിൽ അവർ പരസ്പരം സന്ദർശിച്ചു കഴിഞ്ഞാൽ നിന്റെ നടത്തം അത് ഏറ്റവും നന്നായിട്ടുണ്ട്,
മംഗളമുണ്ട്. വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിനക്ക് വിരുന്നൊരുങ്ങി കഴിഞ്ഞു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. അത് കമസ്ഹസി ഖതാത്തിൻ ഔ അസ്ഗർ, ഒരു പക്ഷിക്ക് മുട്ടയിടാനുള്ള കൂടിന്റെ അത്രയാണെങ്കിലും ശരി, അള്ളാഹു ഒരു ഭവനം സ്വർഗത്തിൽ അവന് പണിതു കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റവാത്തിബ് നമസ്കാരത്തെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൻ സാബറ അലാ സിത്തൈ അശറത റകഅ ഫിൽ യൗമി വല്ലൈല ദഖലൽ ജന്ന അർബഅൻ ഖബ്ല അൽ-ളുഹർ വറകഅതൈനി ബഅദഹ വറകഅതൈനി ബഅദൽ മഗ്രിബ് വറകഅതൈനി ബഅദൽ ഇശാ വറകഅതൈനി ഖബ്ല അൽ-ഫജ്ർ. അഥവാ ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2. അത് സാബറ എന്ന് പറഞ്ഞ സവാമാക്കി കഴിഞ്ഞാൽ, പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും, സ്വർഗ്ഗത്തിൽ ഭവനം കൊടുക്കും എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തർക്കം ഉപേക്ഷിക്കുന്നവന് അന സഈം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അവന് വേണ്ടി തർക്കിക്കും, അല്ലെങ്കിൽ ഞാൻ അവന് വേണ്ടി ജാമ്യം നിൽക്കും, അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം കൊടുക്കാൻ. ആർക്ക്? ലിമൻ തറക്കൽ മിറാഅ വ ഇൻകാന മുഹിഖൻ, അവന്റെ ഭാഗത്താണ് ഹഖെങ്കിൽ പോലും അവൻ തർക്കം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അത് കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അതുപോലെ തന്നെ കളവ് ഉപേക്ഷിക്കുന്നവന് അവന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുമെന്ന് പറഞ്ഞു. അന സഈം വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വ ഇൻകാന മാദിഹൻ, തമാശയിൽ പോലും കളവ് പറയാത്ത ആളുകൾ, അവർക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കും, അവർക്ക് സ്വർഗത്തിൽ ഒരു ഭവനം കൊടുക്കാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ഈ മഹാസ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ധാരാളം അവസരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ തുറന്നു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യമായി നമുക്ക് നിർണയിക്കപ്പെട്ടുള്ളത് ആ സ്വർഗപ്രവേശനമാണ്. അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു, തിരിച്ചു പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അത് ലഭിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാഭാഗ്യവാന്മാരിൽ, സ്വർഗീയ അനുഗ്രഹം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ് റജബ്. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ 4 മാസങ്ങൾ പവിത്രമാക്കി എന്ന് പറയുമ്പോൾ യുദ്ധം നിഷിദ്ധമായ മാസമാണ്. ഇതിലെ പാപങ്ങളെ ഗൗരവമായി കാണുകയും നന്മകളെ അതിമഹത്തായ നന്മകളായി കാണുകയും ചെയ്യുക എന്നതിലപ്പുറം മറ്റെന്തെങ്കിലും പ്രത്യേകമായ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ ചെയ്യാൻ വേണ്ടി ഒരു പ്രോത്സാഹനവും നമുക്ക് നൽകിയിട്ടില്ല. എന്നാൽ ധാരാളം ഹദീസുകൾ അഥവാ കള്ള ഹദീസുകൾ, ദുർബലമായ ഹദീസുകൾ വെച്ചുകൊണ്ട് പല നിലക്കുമുള്ള ആചാരങ്ങൾ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അതിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായുള്ളത് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു. റജബ് 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ആരും തന്നെ അപ്രകാരം ഒരു ദിനം ആചരിച്ചിട്ടില്ല. ഇസ്രാ മിഅ്റാജും വിശുദ്ധ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിന്റെ തീയതിയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നടന്ന ദിവസം പ്രത്യേകമായ നമസ്കാരമോ നോമ്പോ പഠിപ്പിച്ചിട്ടില്ല. ലം യരിദ് ഫീ ഖദ്ലി ശഹ്രി റജബ് വലാ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ
സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. ഇബ്നു ഹുജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, റജബ് മാസത്തിന് പ്രത്യേകമായ വല്ല ശ്രേഷ്ഠതയോ, അതിൽ പ്രത്യേകം നോമ്പ് നോൽക്കുന്നതോ, അതിൽ പ്രത്യേക ദിവസങ്ങൾ തെരഞ്ഞെടുത്ത് നോമ്പ് നോൽക്കുന്നതോ, അതിൽ ഏതെങ്കിലും പ്രത്യേക രാത്രി നമസ്കാരം നിർവഹിക്കുന്നതോ സൂചിപ്പിച്ചുകൊണ്ട് തെളിവിന് പറ്റാവുന്ന ഒരു ഹദീസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി ഫഅഹാദീസുഹു കുല്ലുഹാ ളഈഫത്തുൻ ബൽ മൗദൂഅ. റജബ് മാസം പ്രത്യേകമായി നോമ്പെടുക്കാൻ പറയുന്ന ഹദീസുകളെല്ലാം ളഈഫാണ്, ദുർബലമാണ് എന്ന് പറഞ്ഞാൽ പോരാ, മൗദൂആണ്, കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്നുവരെ പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായ ഉംറ, റജബ് മാസത്തിൽ പ്രത്യേകമായൊരു ഉംറ പഠിപ്പിച്ചിട്ടില്ല. ആർക്കെങ്കിലും മറ്റു മാസങ്ങളെ പോലെ റജബിലും ഉംറ ചെയ്യാൻ സൗകര്യപ്പെടുന്നുവെങ്കിൽ ചെയ്യാമെന്നല്ലാതെ റമളാനിലെ ഉംറക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റജബിലെ ഉംറക്ക് ഒരു പ്രത്യേകതയും കൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്തും, ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ റജബിൽ ഉംറ ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം ചെയ്യുന്ന അമലുകളെ നിഷ്ഫലമാക്കി കളയുന്ന തരത്തിൽ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നഷ്ടകാരികളായി മാറുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ബിദ്ഈയായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകാതെ സുന്നത്തായ കർമ്മങ്ങൾ തന്നെ ധാരാളക്കണക്കിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുപോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നാം ചെയ്യുന്ന സുഹൃതങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.